അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഗൂഗിൾ സ്റ്റുഡിയോ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാത്തൊരു വെർഷനാണ് കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ടുള്ളത്. അപ്ഡേറ്റ് ചെയ്തൊരു വെർഷൻ ഞാൻ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരേ പ്ലാറ്റ്ഫോം രണ്ടും ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെ ചോദിച്ചത് തന്നെ നമുക്ക് ഇവിടെയും ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഉത്തരം ആരാണ് പറയുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കമ്പ്യൂട്ടറിൽ പോവാം. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 150 രൂപയ്ക്ക് പഞ്ചസാര, 80 രൂപയ്ക്ക് സ്നാക്സ്, 250 രൂപയ്ക്ക് വെജിറ്റബിൾസും വാങ്ങി നിങ്ങൾക്ക് ആകെ സൂപ്പർ മാർക്കറ്റിലായത് 430 രൂപയാണ്. അടിപൊളി. ഇതേ ചോദ്യം തന്നെ ഞാൻ ChatGPTയിലും ചോദിക്കും, അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനിയിലും ചോദിക്കും. അപ്പോൾ നമുക്കിതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം ആരാ തരുന്നത് നോക്കാം. അപ്പോൾ ഞാനും ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ചാനലിൻ്റെ നെയിം വെച്ചിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. അത് നമുക്കത് എത്രത്തോളം അത് ക്ലിയർ ആക്കി തരും എന്നുള്ളത് നോക്കാം. എന്ന പേരിൽ എനിക്ക് ഒരു 3D ലോഗോ ക്രിയേറ്റ് ചെയ്ത് തരുമോ? ക്യാമറ എടുത്തു, ഫോട്ടോ എടുത്തു, സെൻഡ് ചെയ്തു. നമ്മൾ അവിടെ കൊടുത്ത അതേ കാര്യം തന്നെ ഇവിടെയും ചോദിക്കുക. ബോർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. പട്ടാമ്പിയിലെ നിലവിലെ MLA പേരെന്ന് പറയണം. പട്ടാമ്പിയിലെ MLA പേര് ഷാഫി പറമ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും എന്താണ് അപ്ഡേറ്റ് ചെയ്യാത്തുള്ളത് കൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്നുള്ളത്. ചില കാര്യങ്ങൾ സത്യമായിട്ട് പറയണം. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസിലുള്ള ആളുകളെ നമസ്കാരം. ആൾറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. അതല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് നോക്കുക. നമ്മളെന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തിൻ്റെങ്കിലുമൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഗൂഗിളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷനോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിൻ്റെ എന്തോ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ നോക്കാൻ നമുക്ക് പിന്നെ ChatGPT അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനി, ഈവൻ ഇപ്പോൾ നമുക്ക് അടുത്തിടെ വാട്സപ്പിൽ മീറ്റ് AI ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ചില ഓരോ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ റിസൾട്ടും നമുക്ക് പല രീതിയിലായിരിക്കും വരിക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ChatGPT ആണോ അതുപോലെ തന്നെ ജെമിനി ആണോ അതല്ല ഗൂഗിൾ AI സ്റ്റുഡിയോ ആണോ ഏതാണ് നമ്മൾക്ക് ലളിതമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ആൻസർ നമുക്ക് വേണ്ട രീതിയിലുള്ള ആൻസർ തരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ചില ആളുകൾക്കൊന്നും എപ്പോഴും വാട്സപ്പിൽ ഈ മീറ്റ് AI എന്തിനാണ് ഈ ഒരു റിങ് കൊടുത്തിരിക്കണം എന്നുള്ളത് പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ പിന്നെ വാട്സപ്പിൽ ആ ഒരു AI മീറ്റയുടെ ഉപയോഗം എന്താണ്, അതിന് ഗൂഗിൾ കൊടുത്തിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുള്ളത് ആയിരിക്കില്ല ChatGPT നമുക്കൊരു ഓപ്പൺ പിന്നെ സോഴ്സാണ്. അത് ഗൂഗിളിൻ്റെ അല്ല, അത് ഓപ്പൺ AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൻ്റെയാണ്. മറിച്ച് ജെമിനി എന്നുള്ളത് ഗൂഗിളിൻ്റെയാണ്. ഇപ്പോൾ നമുക്ക് ജെമിനി ആപ്പിലാണല്ലോ അപ്പോൾ നമുക്ക് VO3 ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രേൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു വെബ്സൈറ്റിന് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, അത് എത്രത്തോളം സെക്യൂരിറ്റി ആണെന്നുള്ള അറിയില്ല. അതുപോലെ തന്നെ VO2 നമുക്ക് ഗൂഗിൾ സ്റ്റുഡിയോ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഗൂഗിൾ ജെമിനിയിലും അതുപോലെ തന്നെ ഗൂഗിൾ സ്റ്റുഡിയോയിലും അതുപോലെ പിന്നെ ChatGPTയിലും നമുക്ക് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിട്ട് അവരോട് ചോദിക്കുക. കറക്റ്റായിട്ട് ആൻസർ ആരെ തരുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോണിൽ ChatGPT ഒരു ഫോണിൽ ജെമിനിയും എടുത്തിട്ട് ഒരേ സമയം നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഒരു ഫോണിൽ തന്നെ നമുക്ക് അത് ഓരോ ടാബും മിനിമൈസ് ചെയ്തതിനു ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടാട്ടോ. അത് നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന് പറഞ്ഞെങ്കിലും ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് മാറി വേറെ ഏതൊക്കെ റൂട്ടിലൂടെ നമ്മളെ
തെറ്റായ രീതിയിലൊക്കെ സഞ്ചരിക്കും. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ ഫുള്ളാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. എനിക്ക് ഇലക്ട്രിക് ഉപകരണങ്ങളിൽ അതുപോലെ തന്നെ കമ്പോണൻറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതുവരെയും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുള്ളത് ChatGPT ആണ്. ഗൂഗിളിനേക്കായി എനിക്ക് പിന്നെ അതുപോലെ തന്നെ AI മീറ്റിൽ നമുക്ക് ഒരു പരിധി വരെ ഉള്ളതുള്ളൂ നമുക്ക് നോക്കാൻ പറ്റുക. അതുപോലെ തന്നെ പിന്നെ ജെമിനിയിലും അതേപോലെ തന്നെയാണ്. ഒരുവിധമൊക്കെ ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓരോന്നിനും ഓരോ പ്ലസും മൈനസും ഉണ്ട് കേട്ടോ. നമുക്ക് AI മീറ്റിൽ ഇല്ലാത്തത് നമുക്ക് ChatGPT കിട്ടും, ChatGPT ഇല്ലാത്തത് നമുക്ക് ജെമിനിയിൽ കിട്ടും. അപ്പോൾ ഏതാണ് ഇതിൽ പെർഫെക്റ്റ്, ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഏതാ നോക്കുമ്പോൾ നമുക്ക് അതാണല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുള്ള ആപ്പ് ഏതാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയാം. എല്ലാവർക്കും ഒരേ ആപ്പ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, AI മീറ്റിൽ ഇല്ലാത്തത് ChatGPT-യിലുണ്ട്, ChatGPT-യിൽ ഇല്ലാത്തത് ഗൂഗിൾ ജെമിനിയിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഇൻഫർമേഷന് കറക്റ്റായിട്ട് ആൻസർ തരുന്നത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് വാട്സപ്പിലെ മീറ്റ AI, അതുപോലെ തന്നെ ChatGPT, പിന്നെ നമ്മൾ ഗൂഗിൾ ജെമിനിയാണ്. ഈ മൂന്നും ആണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. DeepSeek, ബിക്കോസ് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഞാനത് ഒരുവിധമൊക്കെ നോക്കുന്ന സമയത്തൊക്കെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ആൻസറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് നമുക്ക് റേറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് ഗൂഗിൾ സജസ്റ്റ് ചെയ്യാത്ത ഒരു ആപ്പാണ്. മേ ബി അത് എത്രത്തോളം സെക്യൂർ ആണോ അല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു റിങ്, ഒരു നീല വളയം എന്നല്ല, നീല കളറിലല്ല, ഒരു കളർഫുള്ളായിട്ട് ഉള്ളൊരു വളയം കാണാം. അപ്പോൾ ഇത് എന്തിനാണ് കൊടുത്തിട്ടുള്ളത് എന്ന് മിക്ക ആളുകൾക്കും ഇപ്പോൾ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകരിക്കും. ഇതെനിക്ക് തോന്നുന്നു 2023 ജനുവരി ഓടെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതിൽ നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ ഒരു നെയിം കൊടുക്കുകയാണ്. ഞാൻ ഓൾറൗണ്ട് ടെക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇത് നമുക്കൊരു 3D ലോഗോ ആയിട്ട് ചെയ്ത് തരുമെന്ന് ചോദിക്കുകയാണ്. ഇതേ ചോദ്യം തന്നെ ഞാൻ ChatGPT-യിലും ചോദിക്കും, അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനിയിലും ചോദിക്കും. അപ്പോൾ നമുക്കിതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം ആരെ തരുന്നത് നോക്കാം. അപ്പോൾ ഞാനും ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ചാനലിൻ്റെ നെയിം വെച്ചിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കത് എത്രത്തോളം അത് ക്ലിയർ ആക്കി തരും എന്നുള്ളത് നോക്കാം. എന്ന പേരിൽ എനിക്ക് ഒരു 3D ലോഗോ ക്രിയേറ്റ് ചെയ്ത് തരുമോ? അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തത് എത്രത്തോളം ഓക്കെ ആയിട്ടുണ്ട്, വേർഡുകളൊന്നും തെറ്റില്ലല്ലോ എന്നുള്ളത് നോക്കണേ. അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അത് വേണ്ട. ഇത്രയും മതി. ഓൾറൗണ്ട് ടെക് എന്ന പേരിൽ എനിക്കൊരു 3D ലോഗോ ക്രിയേറ്റ് ചെയ്ത് തരുമോ? അപ്പോൾ ഞാനത് സെൻഡ് ചെയ്തു. നമുക്കത് ഏത് രീതിയിലാണ് ക്രിയേറ്റ് ചെയ്ത് തരിക നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറൗണ്ട് ടെക് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ലോഗോ ക്രിയേറ്റ് ആക്കി വന്നിട്ടുണ്ട്. ഈ ഒരു ലോഗോ നമുക്ക് നമ്മളുടെ ചാനലിലോ നമുക്ക് ഏത് നമ്മുടെ വെബ്സൈറ്റിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കത് വാട്ടർമാർക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒന്ന് AI മീറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന ഫോട്ടോസ്, അതുപോലെ തന്നെ പിക്ചർ, ഗിഫ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് യൂസ് ചെയ്യാം. ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പരിധിയുണ്ട്. ചിലത് നമുക്ക് കോപ്പി റൈറ്റിങ്ങും പെയ്ഡ് ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ നമുക്കത് ചാനൽ നല്ല രീതിയിൽ ഗ്ലോ ആയിരിക്കുന്ന സമയത്തേക്കാരും ഇത് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് നമുക്ക് തോന്നിയ രീതിയിൽ നമുക്ക് പിക്ചർ എടുത്തിട്ട് നമ്മളുടെ ചാനലിലോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ മീറ്റയിൽ നമുക്ക് എന്തും എടുത്തിട്ട് നമ്മളുടെ ചാനലിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചാനലിൽ വേണമെങ്കിൽ നമുക്കൊരു ലോഗോ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ മീറ്റായി ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു 3D ലോഗോ ആണ് ആവശ്യപ്പെട്ടത്. ഇത് വേണ്ട, നമുക്ക് വേറെ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ താഴത്ത് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ലോഗോ വരും. അതും വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് കൊടുത്തപ്പോൾ വേറൊരു ഓൾറൗണ്ട് ടെക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് 100 കണക്കിനല്ല 1000 കണക്കിന് ലോഗോകൾ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കട്ടെ. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഏത് മോഡലാണ് വേണ്ടെങ്കിൽ. അപ്പോൾ നമ്മളത് നെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക്
ഒന്നും കൂടി ബ്യൂട്ടിഫുൾ കളർഫുൾ ആയിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞാൽ കളർഫുൾ ലോഗോ തരും. ജസ്റ്റ് ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. അപ്പോൾ ഇത് മീറ്റായി എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. അത് നമ്മളൊരു മീറ്റായിയുടെ ഒരു ഫീച്ചറാണ് ഇട്ടത്. നമുക്ക് 100 കണക്കിന് ഫീച്ചറുണ്ട്. നമുക്കിതിലിപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ പിന്നെ കേരളത്തിലെ യുവതി യുവാക്കളുടെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. കേരളത്തിലെ 4 യുവതി യുവാക്കളുടെ ഫോട്ടോ ഞാനത് പറഞ്ഞിട്ട് സെൻഡ് ചെയ്തു. അത്രയും മതി. അപ്പം നമുക്ക് ഏത് രീതിയിലാണ് തരിക നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് പിന്നെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇത് AI ഫോട്ടോ ആണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് നമ്മുടെ ചാനലിലോ നമ്മളുടെ വീഡിയോസിലോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ താഴെ ഒരു ഗിഫ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗിഫ്റ്റ് വീഡിയോ ആക്കി തരുമെന്ന് ചോദിക്കാം. ഇത് ഞാനിപ്പോൾ ഈ പറയണത് ഞാൻ മീറ്റായി എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ജസ്റ്റ് അത് നമ്മുടെ ടോപ്പിക് അതല്ല. അപ്പോൾ ഞാൻ ജിഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ആ ഫോട്ടോ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് ജിഫാണ്ടാവും. അപ്പോൾ നമുക്കതൊരു ജിഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ജിഫ് വീഡിയോ ആണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളെ ടോപ്പിക് അതല്ല. അപ്പോൾ ഞാൻ അടുത്തത് ഞാനൊരു ബോർഡിലൊരു STK മാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് നോക്കാം. ഇതൊരു പവർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു STK 4181. അപ്പോൾ ഞാൻ STK 4181 IC എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. മീൻസ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഡാറ്റ ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് വെറും IC എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഞാൻ സെൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എനിക്ക് STK 4181 എന്ന് പറഞ്ഞിട്ട് ഒരു ICയുടെ ഫോട്ടോ കിട്ടുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച IC ഇതല്ല വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള IC ഇപ്പോൾ എനിക്ക് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് മേറ്റയായി തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മറ്റുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നു. ഇത് എനിക്ക് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മൾ ചില ആളുകൾ ഇതുപോലെ ഇപ്പോൾ ഞാനതിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് എനിക്കറിയാം. ഇത് ഒരുവിധം സാനിയോ, പാനസോണിക്, സോണി ഇതിലൊക്കെ ഒരു 2005, 2010 കാലഘട്ടങ്ങളിലൊക്കെ വന്നിട്ടുള്ളൊരു പവർ ആംപ്ലിഫയറിൽ വന്നിട്ടുള്ള ഒരു STK IC ആണ്. ഇതാണ് അത് ഒറിജിനലായിട്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് തെറ്റായിട്ട് വേറൊരു IC കാണിച്ചു തന്നിട്ട് അതിൻ്റെ മുകളിൽ 4181 എന്നൊക്കെ എഴുതിയിട്ട് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മൾ എല്ലാതും പിന്നെ നമ്മൾ ഗൂഗിളിലും അതുപോലെ തന്നെ മീറ്റായി വരുന്നത് സത്യമാണ്, കറക്റ്റാണ്. നമ്മൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണ്ട. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് പോകാണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ മാപ്പ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തെറ്റായിട്ടുള്ള വഴി കാണിക്കണേ. ഇതിൽ പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ മീറ്റ് ഒന്ന് പറഞ്ഞു, പിന്നെ ChatGPT പറഞ്ഞു, പിന്നെ ഗൂഗിൾ ജെമിനി പറഞ്ഞു. ഇതിലൊക്കെ നമുക്ക് ഇത് മൂന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇതിലില്ലാത്തത് ഇതിലുണ്ടാവും, അതിലില്ലാത്തത് ഇതിലുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ മിക്സഡാണ്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാനൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അതിൻ്റെ ഒരു പേഴ്സണലാണ് കേട്ടോ, എൻ്റെ വ്യക്തിപരമായിട്ടാണ്. ഞാൻ മീറ്റായി മോശമാണ് അല്ലെങ്കിൽ ChatGPT മോശമാണ്, ഗൂഗിൾ ജെമിനി മോശമാണ്, ഒന്നിനും കമ്പയർ ചെയ്യുന്നില്ല. ഞാനിതിലൊക്കെ ഉണ്ടാകുന്ന പ്ലസും മൈനസും ജസ്റ്റ് ഒന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മീറ്റായി ഫൈൽഡാണ് കേട്ടോ. ഇനി നമ്മളൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. അതും കൂടി ചോദിച്ചതിന് ശേഷം നമുക്ക് ChatGPTയിൽ പോവാം. അപ്പോൾ ഞാനിതിൽ ഹലോ, അപ്പോൾ ഞാൻ ഇതിൽ സ്വതവേ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഫ്ലൈറ്റ് മോഡിൽ ഇടലുണ്ട്. പെട്ടെന്ന് ഇതിൽ വേറൊരു നമ്പറുണ്ട്. ആ നമ്പറിലാണ് അധികം ആളുകളും കോൾ ചെയ്യാറ്. ഇതിന് 2 നമ്പർ, ഒരെണ്ണം എങ്ങനെ മിസ്സായതാണ് കേട്ടോ. അത് കാരണമാണ് ഇതിലേക്ക് കോൾ വന്നത്. അപ്പോൾ ഇനിവേ നമുക്ക് മൂന്നാമത് ഒരാവശ്യം കൂടി ചോദിക്കാം. അത് കറക്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ഉത്തരം തരുന്നുണ്ടോ നോക്കാം. മലയാളം ഫിലിം ആക്ടർ മമ്മൂട്ടി, അത് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മലയാളം ഫിലിം ആക്ടർ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
വേറെ ഒന്നും കൂടി ചോദിക്കാം, അതും കൂടി കറക്റ്റായിട്ട് വരുന്നത്. ഇത് കറക്റ്റായിട്ട് ഫോട്ടോ മമ്മൂട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഫോട്ടോ ആണ്. ഇത് നമുക്ക് വേറെ ഒന്നും കൂടി ചോദിക്കാം. മലയാളം ഫിലിം ആക്ടർ ദുൽഖർ സൽമാൻ ഫോട്ടോ. ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ പിന്നെയും ഒരു ഗിഫ് വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഫോട്ടോ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്തത് നേരെ ChatGPT പോവാം. ഞാൻ ChatGPT ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നെ AI മീറ്റിൽ കൊടുത്ത അതേ വേർഡുകൾ തന്നെ നമുക്ക് അതിലും കൊടുക്കാം. നമ്മൾ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ചോദിച്ചത് എന്താണ്, നമ്മളുടെ ചാനലിൻ്റെ ഒരു ലോഗോ ആണ് ചോദിച്ചത്. അത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ChatGPT പോയിട്ട് പേസ്റ്റ് ചെയ്യാണ്. നമുക്ക് ഏത് രീതിയിലാണ് വരിക നോക്കാം. അപ്പോൾ നമ്മളെ ലോഗോ ഇവിടെ പ്രോസസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ക്ലിയർ ആവും നോക്കാം. ഇതേപോലെ നമ്മൾ മീറ്റ് AI ചോദിച്ചതൊക്കെ നമുക്ക് ഇതിലും ആവശ്യപ്പെടാം. അപ്പോൾ ഏതിലാണ് കറക്റ്റായിട്ടുള്ളത് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമ്മളെ ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മളെ ലോഗോ. ഇപ്പോൾ നമുക്ക് ChatGPT നമ്മളുടെ ആൾറൗണ്ട് ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ലോഗോ തന്നെയാണ്. അപ്പോൾ ChatGPT ഇതുപോലെ യൂസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമ്മളുടെ നെയിമിനനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ലോഗോ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും, നമ്മളിപ്പോൾ ജസ്റ്റ് 3D ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇതിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ലോഗോ ആണിത്. ആൾറൗണ്ട് ടെക്കിൽ ഇപ്പം കണ്ട ഒരു കളർഫുൾ ലോഗോ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നമ്മൾ പിന്നെ ഇവിടെ നോക്കിയാൽ ഏറ്റവും അടിയിൽ നോക്കിയാൽ കാണാം മീറ്റ് AI നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ലോഗാണിത്. അതുപോലെ നമുക്ക് ChatGPT അതുപോലെ തന്നെ ഇത് നമുക്ക് ChatGPT ആണ്. ChatGPT ഒരു ലോഗോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ലോഗോകൾ നമുക്ക് ChatGPT അതുപോലെ തന്നെ മീറ്റ് AI നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഏത് നെയിം ആണെങ്കിലും നമുക്ക് ഏത് രീതിയിലുള്ള ലോഗോ വേണ്ടതെന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തരും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ChatGPT അതുപോലെ തന്നെ മീറ്റ് AI ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് നമ്മൾ മീറ്റ് AI കൊടുത്തത് ഏതാണ്? നെക്സ്റ്റ് ഒന്നും കൊടുക്കണില്ല, അതെന്തായാലും ഓക്കെയാണ്. കേരളത്തിലെ 4 യുവതി യുവാക്കളുടെ ഫോട്ടോ ചോദിച്ചപ്പോൾ നമുക്ക് മീറ്റ് AI നമുക്ക് ഈ ഒരു രീതിയിൽ തന്നിട്ടുണ്ട്. നമുക്കത് ഇവിടെ ചോദിച്ചു നോക്കാം. അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് കോപ്പി ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും സ്പേസോ കാര്യങ്ങളോ കൂടിക്കഴിഞ്ഞാൽ അതും ഒരു പ്രോബ്ലം ഉണ്ടോ. അപ്പോൾ ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്തു, ഞാൻ സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ വരുന്ന റിസൾട്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലെ 4 യുവതി യുവാക്കളുടെ ഫോട്ടോ ചോദിച്ചപ്പോൾ ChatGPT നമുക്ക് തന്നത്, ക്ഷമിക്കണം ഞാൻ അതുപോലുള്ള ഫോട്ടോകൾ നൽകാൻ എനിക്ക് കഴിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മീറ്റ് AI നമ്മൾ കേരളത്തിലെ 4 യുവതി യുവാക്കളുടെ ഫോട്ടോ ഒന്ന് കൊടുത്തപ്പോൾ ഈ ഒരു വേർഡ് തന്നെയാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫോട്ടോ വന്നു. ഈ ഒരു ഫോട്ടോ തന്നെ നമ്മൾ ജിഫ് എന്ന് കൊടുത്തപ്പോൾ നമുക്കൊരു ജിഫ് ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ChatGPT ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ചോദിച്ചത് എന്താണ്, അടുത്തത് നമ്മൾ STK4181 IC ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഇതിൽ തന്നെ വെച്ചത് അത് കോപ്പി ചെയ്യാണ്. അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ChatGPT പോയിട്ട് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതും ഞാൻ സെൻഡ് ചെയ്യാണ്. നമുക്ക് എന്താണ് ആൻസർ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് STK4181 പ്രോസ് ചോദിച്ചപ്പോഴും നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ചോദിക്കാതെ തന്നെ വീണ്ടും തന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഒറിജിനൽ STK4181 IC വരുന്നത്, പവർ ആംപ്ലിഫയറിൽ വരുന്ന IC വരുന്നത്. അപ്പോൾ നമുക്ക് മീറ്റ് AI തന്നിട്ടുള്ള തെറ്റായിട്ടുള്ളൊരു IC ഇതാണ്. ChatGPT തന്നതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഫോട്ടോ, ICയുടെ ഫോട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ChatGPT ആണ് വിന്നർ. ഇനി നമ്മൾ ചോദിച്ചത് ഏതാണ്, മലയാളം ഫിലിം ആക്ടർ ദുൽഖർ സൽമാൻ ഫോട്ടോ. അത് ഞാനിവിടെ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. അല്ല, അതിൻ്റെ മുന്നേ നമ്മൾ മലയാളം ഫിലിം ആക്ടർ മമ്മൂട്ടി ചോദിച്ചല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അത് ആദ്യം കോപ്പി ചെയ്യാം. അത് കോപ്പി ചെയ്തു ഞാൻ നമ്മുടെ ChatGPT പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ChatGPT കറക്റ്റായിട്ട് മമ്മൂട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും വരുന്ന രീതിയിൽ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ മീറ്റയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ വേർഡ് തന്നെ നമ്മളിവിടെ കോപ്പി ചെയ്തിട്ടുള്ളൂ. മലയാളം ഫിലിം ആക്ടർ മമ്മൂട്ടി എന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മമ്മൂട്ടിയുടെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മമ്മൂട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജനനം, അതുപോലെ തന്നെ എത്ര പടത്തിൽ അഭിനയിച്ചു, ലാസ്റ്റ് പടം ഏതാണ്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ChatGPT തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നോക്കി നോക്കുമ്പോൾ ഇതിൽ ChatGPT ആണ് വിന്നർ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതൊരു 12 വോൾട്ട് പവർ സപ്ലൈ ആണ്. ഇതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ മീറ്റയിൽ കൊടുക്കണു. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഇത് എന്താണ്, ഇത് എന്തിനു ഉപയോഗിക്കണമെന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ മീറ്റയിൽ ഞാൻ പോയി, ഞാൻ ബാക്ക് ക്യാമറ കൊടുത്തു, ഒരു ഫോട്ടോ എടുത്തു. ഇതിന് താഴെ നമുക്ക് ബോർഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. ജസ്റ്റ് ബോർഡ് ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ സെൻഡ് ചെയ്തു. നമുക്ക് അതിൻ്റെ ആൻസർ ഏത് രീതിയിലാണ് വരിക നോക്കാം. അപ്പോൾ നമ്മൾ ബോർഡ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കൊടുത്തപ്പോൾ നമുക്ക് അതേ ബോർഡ് തന്നെ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതൊരു ഫോട്ടോ ആക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ അയച്ചിട്ടുണ്ട്. വേറെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും ടൈപ്പ് ചെയ്യുക എഴുതൊന്നും ചെയ്തിട്ടില്ല. ഇതേ കാര്യം തന്നെ നമുക്ക് ChatGPT പോയി ചോദിക്കാം. ഞാൻ ജസ്റ്റ് ക്യാമറ എടുത്തു, ഫോട്ടോ എടുത്തു, സെൻഡ് ചെയ്തു. നമ്മൾ അവിടെ കൊടുത്ത അതേ കാര്യം തന്നെ ഇവിടെയും ചോദിക്കുക, ബോർഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ChatGPT നമ്മൾ മീറ്റയിൽ കൊടുത്ത അതേ ഫോട്ടോ അതേ കാര്യമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജസ്റ്റ് ബോർഡ് ഡീറ്റെയിൽസ് മാത്രമാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട് വന്നിട്ടുള്ളത് ഈ ഫോട്ടോയിൽ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരു സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ SMPS PCB ബോർഡ്. ഇതിൻ്റെ ചില പ്രധാന ഘടകങ്ങളും വിശദാംശങ്ങളും ചുവടെ നൽകുന്നു. ഇതും പോരാണ്ട് ചുവടെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട് അവർ. കണ്ടോ, അതിലുള്ള അതിൻ്റെ പവറും അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും 100% വിന്നർ ChatGPT ആണ്. ഇനി നമ്മൾ ഒരെണ്ണം കൂടി നോക്കാണ്ട് കേട്ടോ. നമ്മൾ അതൊറ്റടിക്ക് നമുക്ക് പിന്നെ ചോദിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് കമ്പയർ ചെയ്യാത്തത്. നമുക്ക് ജെമിനിയിൽ കൂടിയും ചോദിക്കാണ്ട്. ഇതൊരു ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയത് കാരണം ചാർജിങ് പെട്ടെന്ന് കഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്തത് മീറ്റ എയും അതുപോലെ തന്നെ ChatGPT ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് നമുക്ക് ഒരു പെർഫെക്റ്റ് തോന്നിയത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും മീറ്റ എനേക്കാൾ നല്ലൊരു ChatGPT ആണെന്ന്. എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ പിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മൾട്ടിമീഡിയ പർപ്പസിനുള്ള ഫോട്ടോസോ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ് വീഡിയോ അതല്ലെങ്കിൽ നമുക്കൊരു AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് നമ്മളെ വെബ്സൈറ്റിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മീറ്റ എ തന്നെ വേണം. ChatGPT നമ്മൾ ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ ചോദിച്ചപ്പോൾ നമുക്ക് ദുൽഖർ സൽമാൻ്റെയും മമ്മൂട്ടിയും ഫോട്ടോ ഒറിജിനലായിട്ട് തന്നു. ആ ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടും. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ബെറ്റർ ChatGPT ആണ്. ഇനി നമുക്ക് ഒരു സംശയം കൂടി നോക്കാം. അപ്പം നമുക്ക് ഒന്നും കൂടി ക്ലാരിഫൈ കിട്ടും. ഞാൻ ഒന്നും കൂടി ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോണത് മാരുതി സ്വിഫ്റ്റ് ന്യൂ മോഡൽ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. മാരുതി സ്വിഫ്റ്റ് ന്യൂ മോഡൽ. ഇപ്പോൾ നമുക്ക് മാരുതി സുസുക്കി ന്യൂ മോഡൽ ഫോട്ടോ ചോദിച്ചപ്പോൾ നമുക്ക് ഒരു കാറിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് മാരുതി സുസുക്കി ന്യൂ മോഡലിൻ്റെ ഇതിൻ്റെ ലോഗോ കൊടുത്താൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് തെറ്റായിട്ടുള്ളത്. നമ്മൾ ICയുടെ കാര്യം ചോദിച്ച പോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു കാര്യം തന്നെ നമുക്ക് ChatGPTയിലൊന്ന് ചോദിച്ചു നോക്കാം. നമുക്കതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ചോദിച്ചത് തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ChatGPT ഓണായിട്ട് നമ്മൾ അതിൽ പേസ്റ്റ് ചെയ്തു, ജസ്റ്റ് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് റിസൾട്ട് വരുന്നുള്ള ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്ക് മാരുതി സ്വിഫ്റ്റ് ന്യൂ മോഡൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലളിതമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് മാരുതി സ്വിഫ്റ്റിൻ്റെ പുതിയ മോഡലിൻ്റെ ഫോട്ടോസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഷോറൂം ലൈറ്റ്, അതിൻ്റെ കംപ്ലീറ്റ്
ഡീറ്റെയിൽസ്, അത് മൈലേജ് കാര്യങ്ങൾ കംപ്ലീറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളൊരു ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ChatGPT ചോദിക്കാവും നല്ലത്. മീറ്റയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ടുള്ള ആൻസറോ കാര്യങ്ങളോ കിട്ടില്ല. നമുക്കിതുപോലെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് തരിക അവർ. മറിച്ച് നമുക്ക് ChatGPT നമുക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരും. തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനും തരില്ല ഇത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ജെമിനി ഒന്ന് നോക്കാം. ഗൂഗിളിൻ്റെ ജെമിനി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ജെമിനി അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജെമിനിയിലും ഇതുപോലെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ജെമിനി ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാൻ ജെമിനി ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എന്താ വരുന്നത് നോക്കാം. നമ്മൾ മുമ്പ് നോക്കിയിട്ടുള്ള ഓൾറൗണ്ട് ടെക്കിൻ്റെ നമുക്ക് ലോഗോ കാര്യങ്ങളൊന്നും ചോദിക്കണില്ല. ഞാൻ ജസ്റ്റ് മാരുതി സുസുക്കി ന്യൂ മോഡൽ ഫോട്ടോ, അപ്പോൾ നമുക്ക് ജെമിനിയിൽ മാരുതി സുസുക്കി ന്യൂ മോഡൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നേരെ നമ്മളെ ഗൂഗിൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് ആ രീതിയിലാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ, ഷോറൂം ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെന്താ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ChatGPT നോക്കുമ്പോൾ ChatGPT തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ജെമിനിയിൽ നോക്കുമ്പോൾ ജെമിനിയിൽ നമുക്ക് പിന്നെ അവരുടെ വെബ്സൈറ്റിലേക്ക് കയറാനുള്ള ഒരു ലിങ്കോട് കൂടിയിട്ടുള്ള ഒരു കാറിൻ്റെ ഫോട്ടോ ആണ് വന്നിട്ടുള്ളത്. താഴെ നമുക്ക് ഡീറ്റെയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെയാണ് നമുക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മൾ ഓൾറൗണ്ട് ടെക്ക് ലോഗോ ഒന്ന് ഇതിൽ ചോദിച്ചു നോക്കാം. ഓൾറൗണ്ട് നമുക്ക് പിന്നെ ഇത് തന്നെ അത് കോപ്പി ചെയ്യാം. നമ്മളത് ഏത് രീതിയിലാണ് ടൈപ്പ് ചെയ്തെന്ന് അറിയാലോ. നമ്മൾ ഓൾറൗണ്ട് ടെക്കിൻ്റെ ലോഗോ വേണ്ടിയിട്ട് നമ്മളിവിടെ കോപ്പി ചെയ്തു. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു, ജസ്റ്റ് സെൻഡ് കൊടുത്തു. അപ്പോൾ നമ്മൾ ജെമിനിയിൽ ഓൾറൗണ്ട് ടെക്ക് എന്നുള്ളത് മീറ്റേന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ചിത്രം സൃഷ്ടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ ധാരാളം അഭ്യർത്ഥനകൾ ലഭിക്കുന്നതിനാൽ അത് ചെയ്യാൻ കഴിയില്ല, പിന്നീട് വീണ്ടും ശ്രമിക്കുക. അത് ചിലപ്പോൾ നമ്മൾ 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് ചിലപ്പോൾ അത് വരിക. മറിച്ച് നമുക്ക് മീറ്റ AI നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് രീതിയിലുള്ളത് ChatGPTനേക്കാളും അട്രാക്റ്റ് ആയിട്ടുള്ളത് മീറ്റ AI ആണ്. അതായത് മൾട്ടിമീഡിയ പെർഫെക്ട്സ്, ചിത്രം, നമ്മൾ ഓഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മീറ്റ AI ആണ്. അതിൽ നമുക്ക് ChatGPTയിലും അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനിയിലും പിന്നെ നമുക്ക് കിട്ടില്ല. അത് ഓരോ ഭാഗങ്ങളും ഓരോ സെക്ഷനായിട്ട് കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതിനേക്കാളും ബെറ്റർ ChatGPT ആണ്, അതല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ മീറ്റ AI ആണെന്ന് നമുക്കിതിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പേഴ്സണലായിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ChatGPT ആണ്. നമുക്ക് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു റെസിസ്റ്ററിൻ്റെ ഫോട്ടോ കൊടുത്താൽ ആ റെസിസ്റ്ററിൻ്റെ എത്രയാണ് വാല്യൂ വരുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്, അതുപോലെ തന്നെ ഒരു പവർ ആംപ്ലിഫയറിൻ്റെ സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ നമുക്കൊരു കമ്പോണൻറ്റിൻ്റെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നത് ChatGPT ആണ്. എൻ്റെ വർക്കിൻ്റെ ഒരു കാര്യം ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് ChatGPT ആണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത്. ഞാനും കമൻറ്റ് ബോക്സിൽ പറയാൻ പറയരുത്, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. മറിച്ച് മൾട്ടിമീഡിയ ഫോട്ടോ പിന്നെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ മീറ്റ AIയിലേക്ക് പോകാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ പിന്നെ എങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് തള്ളി പറയാൻ പറ്റില്ല. ഈ മീറ്റ AIയും അതുപോലെ തന്നെ ChatGPTനേക്കാളും എത്രയും ബെറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലില്ലാത്ത ഫീച്ചർ പറഞ്ഞാൽ ഒരു നമ്മൾ പറഞ്ഞല്ലോ VO3 വീഡിയോസ്, നമ്മൾ ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസിലുള്ള ആളുകളെ ഡാൻസ് കളിപ്പിക്കുക.
അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. Vio 2 എന്താണ്, Vio 3 എന്താണെന്ന് അറിയാത്ത ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഞാൻ Vio 3 ഞാൻ പിന്നെ 2-3 വീഡിയോസൊക്കെ ഞാൻ അതിൻ്റെ സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. Vio 3 നമ്മളുടെ പേയ്മെൻറ്റ് ഒരു മാസത്തിന് 1950 നമ്മൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് എടുക്കുക എന്നുള്ളതൊക്കെ ഞാനൊരു അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ജെമിനിയുടെ പവർ എന്താണെന്നുള്ളത് ഈ ആൾറൗണ്ട് ടെക്കിൻ്റെ ഒരു 3D ലോഗോ ക്രിയേറ്റ് ചെയ്ത് തരാൻ പിന്നീട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. അതിൻ്റെ പവർ എന്താണെന്നുള്ളത് എന്തായാലും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമുക്ക് ഫോട്ടോ ചലിപ്പിക്കാം, നമുക്ക് AI വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാനും നമുക്കതിന് മലയാളത്തിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഏറ്റവും ബെറ്റർ ഗൂഗിൾ തന്നെ കൊടുത്തിട്ടുള്ളത് ജെമിനിക്കാണ്. പിന്നെ ഏതോ ഒരു ആൾട്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അത് ഞാൻ നോക്കിയിട്ടില്ല, മേ ബി അത് എത്രത്തോളം സെക്യൂർ ആണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ ജെമിനിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ നമുക്ക് ഒരു ടെസ്റ്റും കൂടി ചെയ്യാണ്ട്. മീൻസ് നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് നമ്മൾ ഓൺ ചെയ്ത് നമ്മളത് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൺഫ്യൂഷനായിട്ട് ഈ വഴി തെറ്റിയിട്ട് നമ്മൾ കറക്കുന്നതായിട്ടുള്ളൊരു രീതി കണ്ടിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈവൻ നമ്മുടെ വാട്സപ്പ് ആണെങ്കിലോ ഫേസ്ബുക്ക് ആണെങ്കിലോ ഏത് യൂട്യൂബ് ആണെങ്കിലോ എല്ലാത്തിനും അത് ഓരോ മാസങ്ങളോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഫീച്ചർ ഇൻക്ലൂഡ് അല്ലെങ്കിൽ പോലും നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എന്ന് കരുതി നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമുക്കത് ഏത് രീതിയിലാണ് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം, നമുക്ക് അപ്ഡേറ്റ് വേണോ, നമുക്ക് മൊബൈൽ ഡാറ്റ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണോ, അതല്ല വൈഫൈ ഉള്ളപ്പോൾ മാത്രം അപ്ഡേറ്റ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതല്ല മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിനകത്ത് അത്രയും നിറച്ചിരിക്കുന്ന കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അപ്ഡേറ്റ് നടക്കും. നമ്മളെ മൊബൈൽ ഡാറ്റ തീരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആകും. അപ്പോൾ നമുക്ക് ഫീച്ചർ ഇൻക്ലൂഡ് അല്ലെങ്കിലും വെറുതെ നമുക്ക് 150-300 MB വരെ വരുന്ന ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ ഫോണിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഡാറ്റ അങ്ങനെ നഷ്ടപ്പെടും. അപ്പോൾ ഈവൻ നമ്മളുടെ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നമുക്ക് അപ്ഡേറ്റ് വന്നിക്കണോ നോക്കാനും നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ആ സെർച്ച് ഗോൾഡിൻ്റെ അടുത്ത് നമുക്ക് വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് ഓപ്പൺ എന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് അല്ല. അതല്ല ആ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് നമുക്ക് അപ്ഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഗൂഗിൾ സ്റ്റുഡിയോ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാത്തൊരു വെർഷനാണ് കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ടുള്ളത്. അപ്ഡേറ്റ് ചെയ്തൊരു വെർഷൻ ഞാൻ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരേ പ്ലാറ്റ്ഫോം 2 ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ ചോദിച്ചത് തന്നെ നമുക്ക് ഇവിടെയും ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഉത്തരം ആരാണ് പറയുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കമ്പ്യൂട്ടറിൽ പോവാം. ഹായ്, നമസ്കാരം. ഹായ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഫുഡ് കഴിച്ചോ? ഏറ്റവും സന്തോഷം. ഞാനൊരു AI ആണ്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാറില്ല. നിങ്ങൾ കഴിച്ചോ? നമ്മൾ കഴിച്ചു. നല്ല കാര്യം. ആഹാ, കഴിച്ചല്ലേ? നല്ലത്, സന്തോഷം. എന്താ കഴിച്ചത്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു തരുമോ? തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ മറുപടി പറയാൻ ശ്രമിക്കാം. എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പട്ടാമ്പി നിലവിലെ MLA ആരാണ്? പട്ടാമ്പിയിലെ ഇപ്പോഴത്തെ MLA ഷാഫി പറമ്പിലാണ്. അടിപൊളി. നന്ദി. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ശരി, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ? തീർച്ചയായും ചോദിക്കാവുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു 150 രൂപക്ക് പഞ്ചസാര, ഒരു 80 രൂപക്ക് സ്നാക്സ്, പിന്നെ ഒരു 250 രൂപക്ക് വെജിറ്റബിൾ വാങ്ങി. എനിക്ക് അവിടെ ആകെ എത്ര ആയത്? നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 150 രൂപയ്ക്ക് പഞ്ചസാര, 80 രൂപയ്ക്ക് സ്നാക്സ്, 250 രൂപയ്ക്ക് വെജിറ്റബിൾസ് വാങ്ങി. നിങ്ങൾക്ക് ആകെ സൂപ്പർ മാർക്കറ്റിലായത് 430 രൂപയാണ്. അടിപൊളി. നന്ദി. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എവിടെ ഉള്ളത്? ഞാൻ ഇന്റർനെറ്റിലാണുള്ളത്, ഗൂഗിളിന്റെ സെർവറുകളിൽ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. ആണോ? ഗോവിന്ദചാമി ജയിലിൽ ചാടി, അതൊക്കെ അറിഞ്ഞോ? ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ലഭിച്ച വിവരങ്ങളിൽ ആ വാർത്തയില്ല. ഗോവിന്ദചാമി ആരാന്നുള്ള അറിയോ?
കേട്ടില്ലേ? ഇല്ല, ആ വാർത്ത ഞാൻ അറിയിക്കില്ല. ഗോവിന്ദചാമി എന്നുള്ള ആളെ കുറിച്ച് ഒന്നും അറിയില്ലേ? ഗോവിന്ദചാമി എന്ന വ്യക്തിയെ കുറിച്ച് എനിക്കറിയാം, പക്ഷേ അദ്ദേഹം ജയിലിൽ ചാടിയെന്ന വിവരം എന്റെ പക്കലില്ല. ഓക്കെ, എന്തിനാണ് ജയിലിലായത്? അതറിയാം. അദ്ദേഹം എന്ന് പറയാനുള്ള വ്യക്തിയൊന്നല്ല. അയാൾ എന്തുകൊണ്ടാണ് ജയിലിലായെന്ന് പറയാൻ? ഗോവിന്ദചാമി ഒരു വളരെ ക്രൂരമായ കുറ്റകൃത്യമായിരുന്നു. ആ കുറ്റകൃത്യം എന്താണെന്ന് പറയാം. എന്താണ് ജയിലിലടക്കം കാരണം? ഗോവിന്ദചാമി ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ജയിലിലായത്. അത് വളരെ ക്രൂരമായ ഒരു സംഭവമായിരുന്നു. ആ സ്ത്രീക്ക് പേരൊന്നുമില്ല, ആ പേരൊന്ന് പറ. ആ കേസിലെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് സൗമ്യ എന്നായിരുന്നു. വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു അത്. ഓക്കെ ഓക്കെ. ലഭിച്ച വിവരമനുസരിച്ച് ഗോവിന്ദചാമി ജയിലിൽ ചാടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ ഓക്കെ. പട്ടാമ്പിയിലെ നിലവിലെ MLA പേരൊന്ന് പറയാം. കേട്ടില്ലേ? പോയോ? പട്ടാമ്പിയിലെ നിലവിലെ MLA പേരറിയില്ല? ആ പോയി തോന്നട്ടോ, ഒരു റെസ്പോൺസ് ഇല്ല. പട്ടാമ്പിയിലെ MLA പേര് ഷാഫി പറമ്പിലാണ്. അത് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഷാഫി പറമ്പിൽ തന്നെ പിടിച്ചിട്ടാണല്ലോ ആള്. ഞാൻ സംസാരിക്കുന്ന ലൊക്കേഷൻ എവിടെയെന്നും പറയാം. നിങ്ങൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വല്ലപ്പുഴയിലെ ചേരിക്കൽ എന്ന സ്ഥലത്താണ് സംസാരിക്കുന്നതെന്നാണ്. ഓക്കെ, എൻ്റെ പേരൊന്ന് പറയാം. നിങ്ങളുടെ പേര് ഷമീറാണ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ എങ്ങനെ ശേഖരിച്ച്? ഈ വിവരങ്ങളെല്ലാം ഞാൻ ഗൂഗിളിൽ നിന്നാണ് ശേഖരിച്ചത്. ഓക്കെ, താങ്ക് യു. ഞാൻ ഇപ്പോൾ വരാട്ടോ. ശരി, വീണ്ടും നമ്മൾ ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. പട്ടാമ്പി MLA പേര് ഷാഫി പറമ്പിലാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗോവിന്ദചാമി ജയിലിൽ ചാടിയതെന്ന് അറിഞ്ഞിട്ടില്ല, ജയിലിൽ അടക്കപ്പെട്ടത് അറിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അപ്ഡേറ്റ് എന്താ ചോദിച്ച്, എൻ്റെ പേര് ചോദിച്ചതും എൻ്റെ ലൊക്കേഷൻ ചോദിച്ചതും ഞാൻ ഓൾറെഡി ഗൂഗിളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ നമ്മൾ നിയർ ബൈ കമ്പ്യൂട്ടർ സർവീസ് നമ്മളൊരു 30-50 കിലോമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ റിസൾട്ട് കാണിക്കും. ആ ഒരു ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരി അത് പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും നമ്മളെ ജോലിയും കൂടി ചോദിച്ചു നോക്കാം. എന്തായാലും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ പറയാമല്ലോ. എൻ്റെ ജോലി എന്താണെന്ന് പറയാം. നിങ്ങളുടെ ജോലി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സർവീസ് ചെയ്യുന്നതാണ്. അതിൽ കമ്പ്യൂട്ടറുകൾ, ഡെസ്ക്ടോപ്പുകൾ, ലാപ്ടോപ്പുകൾ എല്ലാം ഉൾപ്പെടും. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ലാസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയ വർഷം ഏതാണ്? എനിക്ക് വിവരങ്ങൾ അവസാനമായി ലഭിച്ചത് 2023-ലാണ്. VS അച്യുതാനന്ദൻ സാർ മരിച്ചത് അറിഞ്ഞോ? VS അച്യുതാനന്ദൻ സാർ അന്തരിച്ചതായി ഞാൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ? VS അച്യുതാനന്ദൻ സാറിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല. ഇത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടോ? ഇല്ലല്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ട് കാണും എന്താണ് അപ്ഡേറ്റ് ചെയ്യാത്തുള്ളത് കൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്നുള്ളത്. ചില കാര്യങ്ങൾ സത്യമായിട്ട് പറയണം. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓരോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത്, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി 150 രൂപക്ക് പഞ്ചസാര വാങ്ങി, 80 രൂപക്ക് സ്നാക്സ് വാങ്ങി, 250 രൂപക്ക് വെജിറ്റബിൾ വാങ്ങി, ടോട്ടൽ നമുക്ക് വരുന്നത് 480 അവരെ പറയുന്നത് 430. നമുക്ക് ഒന്നും കൂടി അത് ചോദിച്ചു നോക്കാം. നമുക്ക് ആദ്യം ചോദിക്കാം സ്നാക്സ് എത്ര രൂപക്ക് വാങ്ങി. ചില കാര്യങ്ങൾ നല്ല മെയിൻഡായിട്ട് കറക്റ്റായിട്ട് പറയും, ചില കാര്യങ്ങൾ തെറ്റായിട്ടും പറയും. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര എത്രയൊക്കെ വാങ്ങി വരിക. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പഞ്ചസാര എത്ര രൂപക്ക് വാങ്ങിയത്? നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 150 രൂപയ്ക്കാണ് പഞ്ചസാര വാങ്ങിയത്. വെജിറ്റബിൾ വാങ്ങിയത് എത്ര രൂപക്കാണ്?
നിങ്ങൾ വെജിറ്റബിൾ വാങ്ങിയത് 250 രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ വേറൊരെണ്ണം കൂടി വാങ്ങിയല്ലോ, അതെന്താണ്? നിങ്ങൾ വാങ്ങിയത് സ്നാക്സ് ആണ്, അതിന് 80 രൂപയായി. അപ്പൊ എനിക്ക് ടോട്ടൽ അവിടെ സൂപ്പർ മാർക്കറ്റിൽ എത്രയായത്? നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലായത് 430 രൂപയായി. ഓക്കെ, താങ്ക് യു, അടിപൊളി. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തത് കാരണം കൊണ്ടുള്ള പ്രോബ്ലമാണ് ഇത്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് ആണെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ തെറ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും 430 രൂപ എന്നാണ് പറയുന്നത്. 150 പ്ലസ് 80 പ്ലസ് 250 പ്ലസ് വരുന്നത് 480 ആണെന്ന് പുള്ളിക്കാരി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയിപ്പിക്കാം, തിരിച്ചും മറിച്ചും ചോദിച്ച് പറയിപ്പിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആക്കി തരുമോ? തീർച്ചയായും, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആക്കി തരാൻ ഞാൻ ശ്രമിക്കാം. 150 പ്ലസ് 80 പ്ലസ് 250 പ്ലസ് എത്ര വരിക? 480 ആണ് ലഭിക്കുന്നത്. അത് ഉറപ്പാണോ? അത് 480 ആണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എത്ര രൂപക്കാണ് വെജിറ്റബിൾ വാങ്ങിയത്? പോയോ? നെറ്റ് ഡിലേ ഉണ്ടെങ്കിൽ ഇതുപോലെ വരും. അത് ക്യാച്ച് ചെയ്തിട്ടില്ല തോന്നുന്നു കേട്ടോ. ഞാനൊന്നും കൂടി ശരി, നെറ്റ്വർക്ക് ഡിലേ കാരണം ചിലപ്പോൾ വിവരങ്ങൾ എത്താൻ താമസമെടുക്കുന്നുണ്ടാവാം. നിങ്ങൾ ചോദിച്ചത് സൂപ്പർ മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് വെജിറ്റബിൾ വാങ്ങിയതെന്നല്ലേ? അത് 250 രൂപ. അങ്ങനെയാണെങ്കിൽ സ്നാക്സ് എത്ര രൂപക്ക് വാങ്ങിച്ചത്? നിങ്ങൾ സ്നാക്സ് നിങ്ങളുടെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നില്ല. സ്നാക്സ് വാങ്ങിയത് എത്രയാണ്? നിങ്ങൾ സ്നാക്സ് വാങ്ങിയത് 80 രൂപയ്ക്കാണ്. വെജിറ്റബിൾ വാങ്ങിയത്? നിങ്ങൾ വെജിറ്റബിൾ വാങ്ങിയത് 250 രൂപയ്ക്കാണ്. എല്ലാം പാടെ എത്രയാണ് സൂപ്പർ മാർക്കറ്റിലായത്? നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലായത് 480 രൂപയാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ മുന്നേ 430 രൂപ എന്നല്ലേ പറഞ്ഞത്? ശരിയാണ്, ഞാൻ മുൻപ് 430 രൂപയാണ് എന്ന് പറഞ്ഞിരുന്നു. 150 പ്ലസ് 80 പ്ലസ് 250 കൂട്ടുമ്പോൾ 480 ആണ് ലഭിക്കുന്നത്. എനിക്കിത് പറ്റിപ്പോയി, ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. പട്ടാമ്പി MLA പേരെന്താ ഒന്നുകൂടി പറഞ്ഞ? ഷാഫി പറമ്പിലാണ്. അപ്പൊ മുഹമ്മദ് മുഹസിൻ ആരാണ്? മുഹമ്മദ് മുഹസിൻ മുൻപ് പട്ടാമ്പിയുടെ MLA ആയിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിലാണ് MLA. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത ഒരു ഗൂഗിൾ ക്രോമിൽ ഇതേ സെയിം പ്ലാറ്റ്ഫോമായിട്ടുള്ള ഗൂഗിൾ സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ ഡാർക്ക് മോഡാണ്, ഫോണിൽ ഞാൻ ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിലെ ഡാർക്ക് മോഡും ഫോണിലെ ബ്രൈറ്റ് മോഡുമാണ് താങ്കൾ ഉപയോഗിക്കുന്നത്. അത് ഓരോ ഡിവൈസിലും താങ്കളുടെ കണ്ണുകൾക്ക് ഏറ്റവും നല്ലത് ഏതാണോ അതനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ പറഞ്ഞതാണത്. അപ്പോൾ നമുക്ക് ആദ്യം ചോദിച്ചത് എന്താണെന്ന് ചോദിക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കാം. ആദ്യം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പട്ടാമ്പിയിലെ നിലവിലുള്ള MLA ആരാണ്? പട്ടാമ്പിയിലെ ഇപ്പോഴത്തെ MLA മുഹമ്മദ് മുഹസിനാണ്. പിന്നെ നമ്മൾ ചോദിച്ചത് ഇപ്പോൾ കറക്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് കറക്റ്റ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. ഇതിൽ അപ്ഡേറ്റ് ആകാത്തത് കൊണ്ടാണ് കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മളിനി അടുത്തത് ചോദിക്കാൻ പോണത്, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി 150 രൂപക്ക് പഞ്ചസാര വാങ്ങി, 80 രൂപക്ക് സ്നാക്സ് വാങ്ങി, 250 രൂപക്ക് വെജിറ്റബിൾ വാങ്ങി. എനിക്ക് എത്രയായി ടോട്ടൽ? താങ്കൾ 150 രൂപയ്ക്ക് പഞ്ചസാരയും 80 രൂപയ്ക്ക് സ്നാക്സും 250 രൂപയ്ക്ക് പച്ചക്കറികളും വാങ്ങി. മൊത്തം 150 കൂട്ടണം 80 കൂട്ടണം 250, അതായത് 480 രൂപയായി. അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇനി കൂടുതലും അതിൽ ചോദിച്ച കാര്യങ്ങളൊന്നും ഇതിൽ ചോദിക്കണില്ല. എന്തായാലും നമുക്കിത് അപ്ഡേറ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ പറയാം.
നമുക്ക് ഇന്നത്തെ ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് ചോദിച്ചു നോക്കാം, അതെങ്കിലും പറയാൻ നോക്കാമല്ലോ. പോയോ? അവിടെ ഉണ്ടോ? നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടോ? ഇന്നത്തെ ഡേറ്റ് ഒന്ന് പറയാം. ഇന്നത്തെ ഡയറ്റ് പ്ലാൻ അറിയണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അതല്ല, ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കാം. അത് ചോദിച്ചത് ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ഡയറ്റ് പ്ലാനിനെ കുറിച്ചിട്ടല്ല ചോദിക്കുന്നത്, ദിവസം ഏതാണെന്നാ ചോദിച്ചത്. ക്ഷമിക്കണം, എനിക്ക് കൃത്യമായ തീയതി ഇപ്പോൾ ലഭ്യമല്ല. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് പക്ഷേ നിങ്ങൾക്ക് കലണ്ടറിൽ ആ അത് ഈ പറഞ്ഞല്ലോ, നമുക്ക് ഇതിലൊന്ന് നോക്കാം. ഇന്നത്തെ ഡേറ്റ് ഒന്ന് പറയാം, ദിവസം ഏതാണ്? ഇന്ന് തിങ്കളാഴ്ചയാണ്, ജൂലൈ 28, 2025. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി പറഞ്ഞ് കൂടുതലായിട്ടൊന്നും പോകണ്ട. നമുക്കിനി അടുത്തത് ഗൂഗിൾ ജെമിനി ഓപ്പൺ ആക്കാം. അപ്പോൾ നമുക്കിനി അടുത്തത് ഗോവിന്ദചാമിനെ കുറിച്ച് ചോദിക്കാം. ഗോവിന്ദചാമി അറസ്റ്റിലായത് മുതലുള്ള കാര്യമുള്ളൂ, അപ്ഡേറ്റ് അല്ലാത്ത വെർഷന് ഗൂഗിൾ സ്റ്റുഡിയോക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജെമിനിയിൽ ഏത് വരെയുള്ള അപ്ഡേറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഗോവിന്ദചാമി എന്ന ആളെ കുറിച്ചിട്ട് അറിയോ? കേരളത്തിലെ കുറ്റകൃത്യ ചരിത്രത്തിലെ പ്രധാനിയായ ഒരു വ്യക്തിയാണ് ഗോവിന്ദചാമി. അദ്ദേഹം ഈയടുത്ത് ജയിൽ ചാടിയതായി അറിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജയിൽ ചാടിയ ഡേറ്റ് ഒന്ന് പറയും. 2025 ജൂലൈ 25-നാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. ജയിൽ ചാടിയതൊന്ന് വിവരിക്കാമോ? 2025 ജൂലൈ 25-ന് പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത്. ജയിലിന്റെ മതിലിന് സമീപമുള്ള മരത്തിൽ കയറിയ ശേഷം മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ പോലീസ് ഗോവിന്ദചാമിയെ പിന്നീട് പിടികൂടി. ഓക്കെ. ഗോവിന്ദചാമിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? അച്യുതാനന്ദൻ സാറ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പില്ല. 2025 ജൂലൈ 21-നാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഗൂഗിൾ ജെമിനിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ജെമിനി ഒന്നും കൂടി അപ്ഡേറ്റ് ആണ്, കറക്റ്റായിട്ട് ഡെയിലി. നമ്മളത് ചോദിക്കാൻ മറന്നു, നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഡെയിലി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ തരാൻ അപ്ഡേറ്റ് ഡെയിലി ആണോ, എങ്ങനെയാണ്? എന്റെ ഡാറ്റാബേസ് ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ജെമിനിയിൽ നമുക്ക് വേറെ ഇതേ ഒരു ഫീച്ചർ ഉണ്ട്, അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതിന് ജസ്റ്റ് നമുക്ക് ഇതിലൊരു ക്യാമറ ഐക്കൺ ഉണ്ട്, അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ക്യാമറ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ശരി, ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ പറയൂ. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് കാണുന്നത്? നിങ്ങളുടെ വീഡിയോയിൽ ഒരു മേശയും അതിൽ ഒരു ലാപ്ടോപ്പ്, കീബോർഡ്, മൗസ്, കുറച്ച് പേപ്പറുകൾ, ഒരു തൊപ്പി എന്നിവയും കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേകമായി അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതും ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിലെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ഏതെങ്കിലും വണ്ടികളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അത് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ ചെയ്യുക കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ബൈക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി തരും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ഈ ഒരു പ്രോബ്ലം കാരണമാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി തെറ്റായിട്ട് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പ് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക. നമ്മൾ യാത്ര സ്ഥിരം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്ഡേറ്റ് ആയിരിക്കുക. അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നല്ല ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ഗൂഗിൾ മാപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി നമ്മൾ
പോകേണ്ട സ്ഥലം ടൈപ്പ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് കൊടുത്ത് പോകുന്ന ഒരു രീതിയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അതിനേക്കാൾ അത് നല്ല രീതിയിൽ അത് എങ്ങനെയാണ് ഡിലേ വരാതെ നമുക്ക് പോകുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ പോകേണ്ട പർട്ടിക്കുലർ ഏരിയ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ പോകുക എന്നുള്ളതും, അതുപോലെ തന്നെ കേരളത്തിൻ്റെ മാത്രം ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം അല്ലാതെ തന്നെ ഒരു ഡിലേയും വരാതെ നമുക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് യാത്ര ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഈവൻ നമ്മളുടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ ChatGPT, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കുറേ ഹിഡൻ ഫീച്ചറുകളും അതുപോലെ തന്നെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഈ ചാനലിൽ ഓരോന്നോരോന്നായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വാഹനം പാർക്ക് ചെയ്യുന്ന ഏരിയ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ തന്നെ നമ്മുടെ വാഹനത്തിനെ ലോക്ക് ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് ചില ആളുകൾക്ക് അറിയാത്തതാണ്. മീൻസ് നമ്മൾ എയർപോർട്ടിലോ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മൾ കൂടുതലും പാർക്കിംഗ് ഒക്കെ കൂടുതൽ വണ്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ബീച്ചിലൊക്കെ ആണെങ്കിൽ പാർക്ക് ചെയ്ത സ്ഥലം നമ്മൾ ചിലപ്പോൾ വണ്ടി നിർത്തിയിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്ത് എന്നുള്ളത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എയർപോർട്ടിലൊക്കെ നമുക്കിപ്പോൾ ഓരോ ബ്ലോക്കുകളുണ്ട്, നമ്മൾ പാർക്കിംഗ് സെക്ഷനിലൊക്കെ ഓരോ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതുപോലെ തന്നെ ഇതുപോലുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത ഏരിയ എവിടെ നോക്കാനൊക്കെ. അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ പാർക്ക് ചെയ്ത ഏരിയ എവിടെയാണ് നമ്മളെ ഗൂഗിൾ മാപ്പിൽ നമ്മളുടെ വണ്ടീനെ ലോക്ക് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ മാപ്പ് പോലെ നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് നമ്മളിപ്പോൾ ഒരു മാളിലൊക്കെ കയറിയാൽ ഈ കാര്യം ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് വണ്ടിയെ കണ്ടുപിടിക്കാനുള്ളൊരു ഇതാണ്. നമ്മൾ സാധാരണ എന്തായാലും ചില ആളുകൾക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും പാർക്ക് ചെയ്ത ഏരിയ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാതെ ബുദ്ധിമുട്ട്. നമ്മൾ എന്തായാലും വരും വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇതിലും നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ കൊണ്ടുവരാം. ബൈ.